അവരുടെ ഉപദേശം കേൾക്കുമ്പോ എത്ര ആളുകളാ സഹോദരങ്ങളെ അവരോടുള്ള കണക്ഷൻ കൊണ്ട് ദുനിയാവിലെ മൊത്തം സ്വഭാവങ്ങൾ നന്നാക്കിയത്. കണ്ടില്ലേ, ഇമാം ഖല്ലൂബി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു നാട്ടിലേക്ക് വന്ന് കള്ളന്മാരെ മുഴുവനും തൗബ ചെയ്ത് നന്നാക്കിയത് ഒരു വീട്ടിലെ സൽക്കരിച്ച ഒരു സാധാരണക്കാരനാണ്. കള്ളന്മാർ പിടികൂടാൻ വേണ്ടി വന്നപ്പോ ഇവരെ പിടിക്കുന്നുണ്ടപ്പോ ഇവരിങ്ങനെ നാട്ടിലൂടെ കട്ട് നടക്കുന്ന ഒരു ടീമാണ്, കുറച്ച് സംഘ ആൾക്കാരുണ്ട്. ഇവരെ പിടികൂടാൻ പിന്നാലെ ആള് വന്നപ്പോ ഒരു വീട് കണ്ടപ്പോ ഇവര് വേഗം പോയി വീടിന് മുട്ടിയപ്പോ ഒരാൾ കതക് തുറന്നു. ആരാന്ന് ചോദിച്ചു. അല്ല, ഞങ്ങള് യോദ്ധാക്കളാണ്, യുദ്ധം ചെയ്യാൻ ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്ന ആൾക്കാരാണ്, ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി ഒരു അവസരം തരണം. നമ്മൾ നോക്കണം, യോദ്ധാക്കളാന്ന് പറഞ്ഞപ്പോ ഈ കുടുംബനാഥൻ അവരങ്ങോട്ട് സ്വീകരിച്ചു. പടച്ചോനെ, അള്ളാന്റെ ദീനിന് വേണ്ടി പോരാടുന്ന ആൾക്കാരും അവർക്ക് ഒരു രാത്രി വിശ്രമിക്കാൻ സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞാൽ വലിയ കാര്യല്ലേ. അവരാ വീട്ടിലേക്ക് സ്വീകരിച്ചു. അവരാ വീട്ടിൽ വരുമ്പോ എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെ തളർച്ച ബാധിച്ച ഒരു ചെറുപ്പക്കാരനെ കണ്ടു. എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്നില്ല, ഇരുന്ന് നിരങ്ങി പോകാണ്. അപ്പൊ ഈ വന്ന ആൾക്കാർ വെച്ചത് ആരാ? ഇതെന്റെ മൂത്ത മകനാണ്, നടക്കാൻ കഴിയൂല, തളർവാദം പിടിച്ചു. ഇരുന്ന് പതുക്കെ അങ്ങനെ കയ്യും വെച്ചിട്ട് അങ്ങനെ നിരങ്ങി നീങ്ങും. അപ്പൊ ആ വീട്ടുകാരൻ അന്ന് ഈ വന്ന ആളുകൾക്ക് വെള്ളം കൊണ്ടുപോയി കൊടുത്തു. നിസ്കരിക്കാനും അതുപോലെ തന്നെ ഉളു എടുക്കാനും അവർക്ക് ആവശ്യങ്ങൾക്കുള്ള വെള്ളം കൊടുത്തു, സൗകര്യങ്ങൾ കൊടുത്തു, ഭക്ഷണം കൊടുത്തു, എല്ലാം കൊടുത്തു. അവർ കുടിച്ച വെള്ളം ഉളു എടുത്തിട്ട് അവിടെ പാത്രത്തിൽ ബാക്കിയുള്ള വെള്ളം ഭാര്യയോട് പറഞ്ഞു, ഇവര് മുസാഫിരീങ്ങളാണെങ്കിലും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്തെടുക്കുന്ന യോദ്ധാക്കളല്ലേ, അവരാ ഉപയോഗിച്ച ബാക്കിയുള്ള വെള്ളം നമ്മളെ കുട്ടിന്റെ ശരീരത്തിൽ നമ്മളൊന്ന് തെളിച്ചു കൊടുത്താല് അള്ളാഹു തആല രോഗം മാറ്റി തന്നാലോ. വലിയ മഹാന്മാരല്ലേ ഇവര്. ജനങ്ങളുടെ മനസ്സിന്റെ അവസ്ഥ ഞാനീ പറഞ്ഞത്. മനസ്സ് നമ്മൾ നന്നാക്കിയാലേ അള്ളാഹു തആല നമുക്ക് തരുന്ന ഗുണം ഞാൻ പറഞ്ഞത്. ആദ്യം നമ്മൾ മനസ്സ് നന്നാക്കണ്ട, ആദ്യം തന്നെ നേരെ വിമർശനാണെങ്കിൽ പിന്നോട് നന്നായി കിട്ടാനാ. ആദ്യം തന്നെ മൈനസാ ചിന്തയെങ്കിൽ പിന്നെ നന്നായി കിട്ടാനാ. അപ്പൊ ആ വെള്ളം എടുത്തിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ മകന്റെ ശരീരത്തിൽ കൊടഞ്ഞു. ഇരുന്നിട്ട് നീങ്ങുന്ന മകൻ എഴുന്നേറ്റു. ആ ക്ഷീണൊക്കെ മാറി, തളർച്ചൊക്കെ മാറി നടക്കാൻ തുടങ്ങി. ഇവര് പകല് സമയത്ത് ഇവര് വീട് വിട്ട് പുറത്തേക്ക് പോയി. വീട് വിട്ട് പുറത്തേക്ക് പോയതും കക്കാനാണ്. കള്ളന്മാരത്. അവര് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോ വാതിൽ മുട്ടിയപ്പോ വാതിൽ തുറന്നു കൊടുത്തത് നടക്കാൻ കഴിയാത്ത ഈ മകനാണ്. നടന്നു വന്ന് വാതിൽ തുറന്നു കൊടുത്തു. വാതിൽ തുറന്നപ്പോ അവര് ചോദിച്ചു, അല്ല നിങ്ങളാരാ? ഞാൻ ഈ വീട്ടിലുള്ള മോന്. നിങ്ങളാണോ നടക്കാൻ കഴിയാതെ ഞങ്ങൾ വന്നപ്പോ ഇങ്ങനെ ഇരുന്ന് നീങ്ങിയിരുന്ന്? അതെ, ഞാനാണത്. നിങ്ങളെങ്ങനെ നടന്നത് എന്ന് ചോദിക്കുമ്പോഴേക്ക് അദ്ദേഹത്തിന്റെ ഉപ്പ വന്നു. ഉപ്പ വന്നിട്ട് ഇന്നലെ സ്വീകരിച്ച വാപ്പ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വലിയ ആൾക്കാരനെ കേട്ടോ. നിങ്ങൾ വീട്ടിൽ വന്ന കാരണം നിങ്ങൾ ഇന്നലെ ഉപയോഗിച്ച ഉളു എടുത്ത വെള്ളം, അതുപോലെ തന്നെ കുടിക്കാൻ തന്നിട്ട് ബാക്കിയുള്ള വെള്ളം എന്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു, തളർവാദം പിടിച്ച നമ്മുടെ മകന്റെ ശരീരത്തിലേക്ക് അത് ഉറ്റിച്ചു കൊടുത്തിട്ട് തളർവാദം മാറിയാല് നമ്മൾ അനുഗ്രഹീതരായില്ലേ, ഇവർ യോദ്ധാക്കളല്ലേ എന്ന് ഞാൻ പറഞ്ഞപ്പോ എന്റെ ഭാര്യ അത് ചെയ്തു. ആ ഒരൊറ്റ കാരണം അല്ലാഹു തആല നിങ്ങളെ കാരണം കൊണ്ട്, ബഹുമാനം കൊണ്ട് ഈ മകന്റെ തളർച്ച മാറ്റി തന്നു. അപ്പൊ ഈ ചെറുപ്പക്കാരൊക്കെ കരയാൻ തുടങ്ങി, പൊട്ടിക്കരയാൻ തുടങ്ങി. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയുന്നത്? കരഞ്ഞുകൊണ്ടവര് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചിട്ട് പറഞ്ഞു, പടച്ചോനെ, ഞങ്ങൾ ഈ മനുഷ്യനോട് പറഞ്ഞത് കളവാണല്ലോ. നിന്റെ ദീനിന് വേണ്ടി ഞങ്ങൾ പോരാടിയിട്ടില്ലല്ലോ. ഞങ്ങൾ കളവ് നടത്തുന്ന ആൾക്കാരല്ലേ. യോദ്ധാക്കളെന്ന നിലക്ക് ഞങ്ങളെ സ്വീകരിച്ച് ബഹുമാനിച്ചിട്ട് യോദ്ധാക്കളെന്ന് മനസ്സിൽ കരുതിയിട്ട് നീ ഇത്ര ബഹുമാനം കൊടുത്തെങ്കിൽ യഥാർത്ഥത്തിൽ ഞങ്ങൾ ഖാദിമീങ്ങളായാൽ ഞങ്ങൾക്കുള്ള ബഹുമാനം എത്ര വലുതാണ്. അതോടുകൂടെ അവര് കളവ് നിർത്തി തൗബ ചെയ്ത് മടങ്ങി നന്നായി അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്തെടുക്കുന്ന ഖാദിമീങ്ങളായി. ആ വീട്ടിലെ ബാപ്പാന്റെ നല്ല മനസ്ഥിതി കൊണ്ട് ആ കള്ളന്മാര് നന്നായത് നോക്ക് സഹോദരങ്ങളെ. നന്നായിട്ട് ഇപ്പൊ അവര് തൗബ ചെയ്തിട്ട് നല്ല മനുഷ്യന്മാരായി മാറിയില്ലേ, നല്ലവരായി തീർന്നില്ലേ? സുബ്ഹാനല്ലാഹ്.
നല്ല മഹാന്മാരെ സൃഷ്ടിക്കല് സമ്പർക്കം കൊണ്ട്. ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ സവിധത്തിൽ